أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ രാവും പകലും തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവർ, അവർക്കവരുടെ നാഥന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിതരാവുകയുമില്ല. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. പലിശ മുതൽ ഭക്ഷിക്കുന്നവർ പിശാച് ശക്തമായ ആഘാതമേൽപ്പിച്ച് ഒരുവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുന്നതല്ല. അതിനു കാരണം വ്യാപാരം പലിശ പോലെ തന്നെയാണെന്നവർ പറയുന്നുവെന്നുള്ളതത്രേ. എന്നാൽ അല്ലാഹു വ്യാപാരത്തെ അനുവദിക്കുകയും പലിശ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്റെ നാഥനിൽ നിന്നുള്ള ഉപദേശം തനിക്ക് വന്നുകിട്ടുകയും എന്നിട്ട് ആര് വിരമിക്കുകയും ചെയ്യുന്നുവോ മുമ്പ് വാങ്ങിക്കഴിഞ്ഞത് അവനുള്ളത് തന്നെയെന്നു മനസ്സിലാക്കിക്കൊള്ളട്ടെ. അവന്റെ കാര്യം അല്ലാഹുവിങ്കലാണ്. എന്നിട്ടും വല്ലവരും പലിശയിലേക്ക് മടങ്ങുകയാണെങ്കിൽ അവർ നരകാവകാശികളത്രേ. അവർ അതിൽ വസിച്ചുകൊണ്ടേ പോകും. يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. അല്ലാഹു പലിശയെ മായ്ക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. കടുത്ത വിശ്വാസിയും മഹാപാപിയുമായ ഒരുവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിക്കുന്നതുമില്ല. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും പലിശയിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളത് വിട്ടുകളയുകയും ചെയ്യുക. فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. നിങ്ങൾ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നുമുള്ള യുദ്ധത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. എന്നാൽ നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്ന പക്ഷം നിങ്ങളുടെ മൂലധനം നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആരോടും അന്യായം പ്രവർത്തിക്കുന്നില്ല, നിങ്ങളോട് അന്യായം പ്രവർത്തിക്കപ്പെടുന്നുമില്ല. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون.
കടക്കാരിൽ പ്രയാസമുള്ള വല്ലാളുമുണ്ടെങ്കിൽ അവന് സൗകര്യമുണ്ടാകുന്നതുവരെ അവധി നൽകേണ്ടതാണ്. നിങ്ങൾ അയാൾക്ക് ധർമ്മമായി മൂലധനം വിട്ടുകൊടുക്കുന്നതായാൽ അതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും, നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നുവെങ്കിൽ. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങളെ അല്ലാഹുവിങ്കിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ഒരു നാളിനെ സൂക്ഷിക്കുക. പിന്നീട് ഓരോരുത്തരും സമ്പാദിച്ചിട്ടുള്ളതിന്റെ ഫലം അവർക്ക് പരിപൂർണമായി നൽകപ്പെടുന്നതാണ്. ഒരു വിധത്തിലും അവരോട് അനീതി കാണിക്കപ്പെടുന്നതുമല്ല.